ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിനി വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഒരു ഫീലിങ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അവരുടെ ചിന്തകൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയമാണ് നിങ്ങൾക്കിത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. അതുപോലെ തന്നെ ആരും ഈ ഒരു റീഡിങ് ജനറൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു റീഡിങ് വെച്ചിട്ട് ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് നിൽക്കരുത്. ലൈഫിൽ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ അവിടെ വെച്ചിട്ട് നിർത്തി പോയിക്കൊള്ളുക. ആരും ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന ആ ഒരു സമയങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. വളരെ പോസിറ്റീവായിട്ട് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. സന്തോഷകരമായ ചിലവട്ട നിമിഷങ്ങളാണ് നിങ്ങൾ ഈ ഒരു സമയത്ത് ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ടത്. എങ്കിൽ മാത്രമേ നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് നമുക്ക് നല്ല റീഡിങ് കിട്ടുകയുള്ളൂ. ഓക്കെ, കറന്റ് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു കറന്റ് ഫീലിങ്സ് ആണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ കറന്റ് ഫീലിങ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, കറന്റ് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു കറന്റ് ഫീലിങ്സ് ആണ് നമ്മൾ നോക്കുന്നത്. കറന്റ് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സൻ്റെ കറന്റ് ഫീലിങ്സ് ആണ് നമ്മളിവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കറന്റ് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു കറന്റ് ഫീലിങ്സ് ആണ് നമ്മളിവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, കറന്റ് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സൻ്റെ കറന്റ് ഫീലിങ്സ് ആണ് നമ്മളിവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ 10 ഓഫ് കപ്സ് ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്പ്രെഡ് അനുസരിച്ച് നമ്മളിവിടെ നോക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നോക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഒരു നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ടുള്ള ബൗണ്ടറീസ് ഒക്കെ കീപ്പ് ചെയ്ത് പോകുന്ന ഒരു വ്യക്തിയാണ്. അത് എല്ലാ ആളുകളുടെ അടുത്തും അവരൊരു ഹെൽത്തി ബൗണ്ടറീസ് കീപ്പ് ചെയ്ത് പോകുന്ന ഒരു വ്യക്തിയാണ് എന്നാണ് കാണാനായിട്ട് പറ്റുന്നത്. പിന്നെ നിങ്ങളുടെ പേഴ്സൻ്റെ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഒട്ടും റൊമാൻറ്റിക് അല്ല എന്ന് കാണുന്നുണ്ട്. ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള രീതിയിലുള്ള മെസ്സേജുകളോ കോളുകളോ ഒന്നും നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ക്യാരക്ടറാണ് ആ ഒരു വ്യക്തിയുടെ എന്നാണ് കാണാൻ സാധിക്കുന്നത്. അവർക്ക് ഒരു ക്ലിയർ കമ്മ്യൂണിക്കേഷൻ ആണ് എപ്പോഴും ഉള്ളത്. പറയാനുള്ള കാര്യങ്ങൾ എന്താണോ അത് ഡയറക്റ്റായി പറയുന്നു, സംസാരിച്ച് നിർത്തുന്നു. അല്ലാതെ അതിനെ സോപ്പിട്ട് പറയുകയോ അല്ലെങ്കിൽ അങ്ങനെ വെറുതെ സംസാരിക്കുന്ന ഒരു വ്യക്തിയല്ല. അല്ലെങ്കിൽ വളരെ സോപ്പിട്ട് സുഖിപ്പിക്കാനായിട്ട് ഒക്കെ സംസാരിക്കുന്ന അത്തരത്തിൽ സംസാരിക്കാൻ അറിയത്തില്ലാത്ത ഒരു വ്യക്തിയാണ്. അതുപോലെ ഈ ഒരു ബർത്ത്ഡേ അങ്ങനെ ആനിവേഴ്സറി എന്തെങ്കിലും ഒരു സെലിബ്രേഷൻസ് ആയിക്കോട്ടെ, അതൊന്നും തന്നെ ഓർത്ത് വെക്കുന്ന ഒരു പേഴ്സൺ അല്ല. അതിനൊന്നും ഒത്തിരി ഇമ്പോർട്ടൻസ് അവരുടെ ലൈഫിൽ ഇല്ല എന്നാണ് അവർ ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ അവരതൊന്നും ഓർത്തിരിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നില്ലാത്ത വ്യക്തികളാണ്. അവരെപ്പോഴും അതൊക്കെ തന്നെ മറന്നു പോകും. പക്ഷെ നിങ്ങൾ അത് ഓർക്കണമെന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുമെങ്കിലും അവരെപ്പോഴും മറന്നു പോകും. അതുപോലെ അങ്ങനെ ബർത്ത്ഡേസ് ഒന്നും വരുമ്പോൾ വിഷ് ചെയ്യുകയില്ല, നിങ്ങൾക്ക് ഗിഫ്റ്റോ അങ്ങനെ ഒന്നും വാങ്ങിച്ചില്ല. നിങ്ങൾക്കെന്ന് മാത്രമല്ല അവരുടെ ലൈഫിൽ മറ്റുള്ള വ്യക്തികൾക്ക് ആർക്കും അവരത് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതാണ് അവരുടെ ബിഹേവിയർ അല്ലെങ്കിൽ അവരുടെ ക്യാരക്ടർ. ഓക്കെ, പിന്നെ നമുക്കിവിടെ നോക്കുമ്പോൾ ഒത്തിരി റെസ്പോൺസിബിലിറ്റീസ് ഉള്ള ഒരു വ്യക്തിയാണ്. ഒത്തിരി കടമകൾ നിർവഹിക്കാനുള്ള വ്യക്തിയാണ്. ഒത്തിരി ഭാരം ചുമക്കുന്ന ഒരു വ്യക്തിയാണ്. ചുമതലകളുടെ ഭാരം ചുമക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. പിന്നെ നല്ല ബുദ്ധിയുള്ള ഒരു വ്യക്തിയാണ്, അറിവുള്ള ഒരു പേഴ്സൺ എന്ന് നമുക്കൊരു എനർജി കിട്ടുന്നുണ്ട്. പിന്നെ നിങ്ങൾ തമ്മിൽ പല രീതിയിലുള്ള ഇഷ്യൂസ്, പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം, വഴക്കുകൾ നടന്നിട്ടുണ്ടാകാം എന്നൊക്കെ തന്നെയുള്ള എനർജീസാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് യാതൊരു വിധത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ല എന്നാണ് കാണുന്നത്. കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ എന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി മറ്റു ചിലർക്ക് കുറെ നാളുകളും ആയിട്ടുണ്ടാകാം. എന്താണെങ്കിലും ഇപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല നല്ല രീതിയിൽ, അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്ട് തന്നെയാണ്, സെപ്പറേഷൻ തന്നെയാണ്. അപ്പോൾ ഈ വ്യക്തി നിങ്ങൾക്ക് ഒരു റിലേഷൻഷിപ്പിൽ ആയിരുന്ന സമയത്ത്
എല്ലാം തന്നെ വാങ്ങി തന്നിരുന്നു. എല്ലാ കാര്യങ്ങളും അവർ കെയർ ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം വാങ്ങി തരികയും നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് എത്തിച്ചു തരാനായിട്ട് നല്ല രീതിയിൽ പരിശ്രമിച്ച ഒരു വ്യക്തിയാണ്. എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് തന്നിരുന്നു. എന്ത് നിങ്ങൾ ആവശ്യപ്പെട്ടാലും അല്ലെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെട്ടില്ലെങ്കിൽ കൂടി ഒരു ചെറിയൊരു സാധനമാണെങ്കിൽ പോലും അതൊക്കെ നോക്കി കണ്ടും വാങ്ങിത്തരാനായിട്ട് നല്ല കഴിവുള്ള ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അവർക്ക് വാങ്ങിത്തരാനായിട്ട് കഴിഞ്ഞില്ല എന്നാണ് കാണുന്നത്. അതായത് നിങ്ങൾ അതൊട്ട് അവരുടെ അടുത്ത് പറഞ്ഞിട്ടുമില്ല ഇന്ന കാര്യങ്ങളാണ് എനിക്ക് ആഗ്രഹം എന്നുള്ളത്. ചിലപ്പോൾ നിങ്ങൾക്ക് കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ആണ് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവുക, അതൊന്നും അവർ വാങ്ങി തന്നിട്ടുണ്ടാവില്ല. പിന്നെ അവരുടെ അടുത്ത് നിന്ന് ചെറിയൊരു അപ്രീസിയേഷൻ ഒക്കെ കിട്ടണം. പല കാര്യങ്ങളും അത് നന്നായിരുന്നു, അല്ലെങ്കിൽ നീ എത്ര ബെറ്റർ ആയിട്ട് ചെയ്യുന്നുണ്ടല്ലോ, അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ കിട്ടണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട്. അതൊന്നും നിങ്ങൾക്ക് കിട്ടിയതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നില്ല. സോ നിങ്ങൾ വല്ലാതെ ഒരു ഫീൽ ചെയ്യുന്നുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരുമ്പോൾ നമുക്ക് കുറേ പ്രതീക്ഷകളുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. ആ ഒരു കാര്യങ്ങളൊന്നും തന്നെ നിങ്ങൾക്ക് ഇവിടെ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ഈ ഒരു റിലേഷൻഷിപ്പ് നിൽക്കുമ്പോൾ ഒരു പൂർണ്ണത അനുഭവിക്കാനായിട്ട് കഴിയുന്നില്ല. ഒരു ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഫീലാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഈ നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്ത് ഒരു മിസ്റ്റേക്ക് വന്നു എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. അവരുടെ ഒരു ബിഹേവിയർ അങ്ങനെയാണ് എന്നാണ് കിട്ടുന്ന എനർജീസ്. അപ്പോൾ സാധാരണമായ മനുഷ്യന് എപ്പോഴും നമുക്ക് കിട്ടുന്നതിനെ കുറിച്ച് നമുക്ക് ഒരിക്കലും തന്നെ ഒരു ഗ്രാറ്റിറ്റ്യൂഡോ നന്ദിയോ ഒന്നും നമുക്കുണ്ടാവില്ല. കിട്ടാത്തതിന് പുറകെ പോകാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതൊരു മനുഷ്യ സഹജമായ ഒരു കാര്യം തന്നെയാണ്. വളരെ കുറച്ച് ആളുകളാണ് കിട്ടിയതിനെ ഓർത്ത് സന്തോഷിക്കുന്ന വ്യക്തികളുള്ളൂ. ഓക്കെ, അപ്പൊ അത്തരത്തില് നിങ്ങൾക്കും ആ ഒരു നിങ്ങളുടെ പ്രതീക്ഷകൾക്കൊത്ത ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് റെസ്പോണ്ട് തരാതിരുന്നു ഈ റിലേഷൻഷിപ്പിൽ. അത് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നതിനും അപ്പുറമായിരുന്നു. കുറെ നിങ്ങൾ സഹിച്ചു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ നിങ്ങൾ വിചാരിച്ചു ഈ റിലേഷൻഷിപ്പിൽ ആദ്യമൊക്കെ തുടങ്ങിയ സമയത്തൊക്കെ നിങ്ങൾ വിചാരിച്ചു പോകെ പോകെ നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ മനസ്സിലാകും, എന്നെ നല്ല രീതിയിൽ മനസ്സിലാക്കും എന്ന് നിങ്ങൾ വിചാരിച്ചു. പക്ഷെ അവിടെ നിങ്ങൾക്ക് തെറ്റുപറ്റി. അവർ നിങ്ങളെ മനസ്സിലാക്കിയില്ല, അവർക്ക് ഒരു മാറ്റവും വന്നില്ല. സോ അങ്ങനെ ഇനി ഭാവിയിലേക്ക് ഫ്യൂച്ചറിലേക്ക് ഇതിന് മാറ്റങ്ങൾ വരുമെന്ന് നിങ്ങൾ വിചാരിച്ചു. പക്ഷെ അപ്പോഴും അവിടെ ഒരു മാറ്റവും വന്നിട്ടില്ല. പിന്നെ നിങ്ങൾ അവരോട് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു നോക്കി, എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെയാണ് വേണ്ടത്, ഞാൻ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് ഇന്ന കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്, നിങ്ങൾ എങ്ങനെ ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് നിങ്ങൾ തുറന്ന് പറഞ്ഞു നോക്കി. പക്ഷെ ഒരു രക്ഷയില്ല. അവര് ചിലപ്പോൾ ശ്രമിച്ചിട്ടുണ്ടാവും, പക്ഷെ അവരെ കൊണ്ട് പറ്റുന്നില്ല. ആ ഒരു നിങ്ങൾ പറയുന്ന ലെവലിലേക്ക് വരാനായിട്ട് അവർക്ക് കഴിയുന്നില്ല. അപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ അതും ഓക്കെ, അവരങ്ങനെ ചെയ്യുന്നില്ല. ഞാനൊരു കാര്യം പറഞ്ഞ് ചെയ്യിപ്പിക്കാൻ നോക്കിയിട്ട് പോലും ചെയ്യുന്നില്ല. അപ്പൊ നിങ്ങൾ ശരിക്കും മടുത്ത് നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാതെ ഇങ്ങനെ ആ ഒരു റിലേഷൻഷിപ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ് നിങ്ങൾ. അപ്പൊ എല്ലാം ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ പോകുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷെ ഒരു മടുപ്പ് അല്ലെങ്കിൽ ഒരു പൂർണ്ണത കിട്ടുന്നില്ല എന്നുള്ളൊരു ഫീലിംഗ് നിങ്ങൾക്ക് ഒരു വരുന്നു. നിങ്ങളുടെ ഫീലിങ്സ് അത്തരത്തിലാണ് പോകുന്നത്. പിന്നെ നിങ്ങൾ ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ലെസ് കോണ്ടാക്റ്റിലോ അല്ലെങ്കിൽ പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ആ വരുന്നിടത്ത് വെച്ച് കാണാ എന്ന രീതിയിൽ അങ്ങ് പോകുന്നു. അത്ര തന്നെ. അപ്പൊ നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്തു നിന്ന് പല പെരുമാറ്റങ്ങളും ചിന്താഗതികളും മാറണമെന്നും നിങ്ങളെ മനസ്സിലാക്കണമെന്നും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ പല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു നോക്കി, ഹാർഡ് വർക്കുകൾ ചെയ്തു നോക്കി. പക്ഷെ അതൊന്നും നടക്കില്ലെന്ന് മനസ്സിലായപ്പോൾ നിങ്ങൾ ലാസ്റ്റ് നിങ്ങളൊരു തീരുമാനമെടുത്തു, എനിക്ക് എൻ്റെ വഴി തന്നെ മതി, ഞാനിങ്ങനെ സെൽഫ് ലവ് ഒക്കെ ചെയ്ത്. പക്ഷെ നിങ്ങൾക്ക് ആ ഒരു പേഴ്സണെ സ്നേഹിക്കാതിരിക്കാനും പറ്റില്ല, അവരെ വിട്ടിട്ട് പോകാനും പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടേതായ ഒരു ലോകം ക്രിയേറ്റ് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയും നിങ്ങൾ അതിലേക്ക് ചുരുങ്ങിക്കൂടി എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയാം, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ ഫീലിങ്സ് ചിന്തകളെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ ഇവരുടെ ഒരു ബിഹേവിയർ ഇങ്ങനെയാണ്. ഇതൊരിക്കലും മാറാനായിട്ട് പോകുന്ന ഒരു ബിഹേവിയർ അല്ല എന്നാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ചോദിക്കും, ഈ ഒരു പേഴ്സണ് നിങ്ങളോട് സ്നേഹമില്ലേ എന്ന് ചോദിച്ചാൽ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് വളരെയധികം സ്നേഹമുണ്ട്. പക്ഷെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോ പ്രതീക്ഷകളാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പാർട്ട്ണർ ഈ ഒരു രീതിയിലൊക്കെ നിങ്ങളോട് പെരുമാറണം, അല്ലെങ്കിൽ നിങ്ങളെ റെസ്പെക്ട് ചെയ്യണം, ഇങ്ങനെയൊക്കെ ഉണ്ട് എങ്കിൽ അതൊക്കെ നിങ്ങൾ ആ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള ഒന്നും തന്നെ ഈ ഒരു വ്യക്തിന് ലഭിക്കില്ല എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നിങ്ങളെ വളരെയധികം ഇഷ്ടമാണ്, ഒരു ലോങ് കമ്മിറ്റ്മെന്റിലേക്ക് നിങ്ങൾക്ക് പോകണം, മാരേജിലേക്കൊക്കെ പോകണം, ഫാമിലി വേണം, കുട്ടികൾ വേണം എന്നൊക്കെ ഈ വ്യക്തി വളരെയധികം പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. നിങ്ങൾക്ക് ആ ഒരു എനർജീസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. പക്ഷെ
നിങ്ങളുടെ ഒരു സൈഡ് വരുമ്പോൾ നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ലെങ്കിൽ പിന്നെ ആ റിലേഷൻഷിപ്പിൽ നിന്നുകൊണ്ട് എന്തെങ്കിലും ഒരു ഗുണമുണ്ടോ? ഇല്ല. അപ്പോൾ ഇത് നിങ്ങളെ സംബന്ധിച്ച് ഇതൊരു ഹാർഡ് ചോയ്സ് തന്നെയാണ് ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. കാരണം നിങ്ങളുടെ രണ്ടുപേരുടെയും ഫാമിലി സിറ്റുവേഷൻസ് വളരെ ഡിഫറെൻ്റ് ആണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വ്യത്യസ്തമാണ്. പല രീതികളും നിങ്ങൾ വ്യത്യസ്തരാണ്. സോ അതുപോലെ തന്നെ നിങ്ങളുടെ ക്യാരക്ടർ ഡിഫറെൻ്റ് ആയിട്ട് കാണുന്നു. ഒരാൾ വളരെ ഇമോഷണലി ചിന്തിക്കുകയും കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് വേണ്ടി സങ്കടപ്പെടുകയും വളരെ സെൻസിറ്റീവായി നിൽക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പേഴ്സൺ ആണെങ്കിൽ, ഒരാൾ ഈ മല ഇടിഞ്ഞു വന്നാൽ കുലുങ്ങില്ലാത്ത ടൈപ്പ് മനുഷ്യനാണ്. അപ്പം അവർക്ക് വലിയ വലിയ ഫീലിങ്സുകളോ ഇമോഷൻസോ ഒന്നും തന്നെ ഇല്ല. ഉള്ള ഒരു ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഇഷ്ടമാണ്, നിങ്ങളുടെ കൂടെ ഒരു ഫാമിലി ആയിട്ട് മുന്നോട്ട് പോകണം, അതൊക്കെ തന്നെ അവരുടെ ഒരു ഫീലിങ്സ് എന്ന് പറഞ്ഞു. അല്ലാതെ ഒരു ഇമോഷനൊക്കെ കൂടുതൽ കാര്യങ്ങളും പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാനാണ് ഈ ഒരു വ്യക്തി ഇഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ അവരുടെ ബിഹേവിയർ അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇനി ഭാവിയിലേക്ക് ഒരു ഫ്യൂച്ചറിൽ ഒരു ചേഞ്ചസും വരാനായിട്ട് പോകുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് കാർഡുകളിലൂടെ കാണാൻ പറ്റുന്നത്. അവരുടെ ക്യാരക്ടറാണത്, അതിന് മാറാനായിട്ട് പോകുന്നില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ഒരു പാസ്റ്റ് റിലേഷൻഷിപ്പിനെ ഓർത്ത് റിഗ്രറ്റ് ചെയ്യുന്നു എന്നാണ് നമുക്കത് കാണാനായിട്ട്. നിങ്ങൾ കുറ്റബോധം വരുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു പാസ്റ്റിൽ നിങ്ങൾക്ക് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നായിരിക്കും. ആ ഒരു റിലേഷൻഷിപ്പൊക്കെ വെച്ചിട്ട് ഈ ഒരു പേഴ്സണെയും ഇപ്പോഴത്തെ ഒരു റിലേഷൻഷിപ്പും നിങ്ങൾ താരതമ്യം ചെയ്യുന്നു. എന്നിട്ട് നിങ്ങൾ അതേ ഓർത്ത് വളരെയധികം വിഷമിക്കുന്നു. അതായിരുന്നു ഇതിലും മെച്ചം, അത് അങ്ങനെയായിരുന്നു, കുറച്ചും കൂടി നല്ലതായിരുന്നു എന്നൊക്കെ ഓർത്ത് നിങ്ങൾ വിഷമിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ പാസ്റ്റ് റിലേഷൻഷിപ്പിലേക്ക് പോയാലോ എന്ന് വരെ നിങ്ങൾ ചിന്തിക്കുന്ന ഒരു സമയമാണിത്. അതായത് സമാധാനം, സംരക്ഷണം, അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കുക, അണ്ടർസ്റ്റാൻഡിങ്, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, ഇതൊക്കെ പാസ്റ്റ് റിലേഷൻഷിപ്പിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നു എന്ന് നിങ്ങൾ ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നതായിട്ട് എനർജീസ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ വേണ്ട എന്ന് വെച്ച് പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു ന്യൂട്രലി ചാൻസ് ആണ്. കുറേ ആളുകൾക്ക്, അതായത് 50-50 നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഒരു 50% ആളുകൾക്കും നിങ്ങളുടെ ഒരു കർമ്മ അനുസരിച്ച് നിങ്ങൾ ഈ ഒരു പേഴ്സണോടൊപ്പം മുന്നോട്ട് പോകേണ്ടതായിട്ട് തന്നെ വരും എന്നാണ് കാണുന്നത്. ഒരു 50% ആളുകൾ കറക്റ്റായിട്ട് ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ അവർക്ക് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് പാസ്റ്റ് റിലേഷൻഷിപ്പിലേക്ക് പോയി അവിടെ ഒരു നല്ല സന്തോഷകരമായ ഒരു ഫാമിലി ലൈഫ് ഉണ്ടാകാനുള്ള ഒരു ചാൻസ് നമ്മൾ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇട്ടിട്ട് പോകുന്നിടത്തേക്ക് തിരിച്ചു ചെല്ലാനുള്ള ഒരു സാഹചര്യം ഉണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് മാത്രം അറിയാവുന്ന കാര്യമാണ്. നിങ്ങൾ തന്നെ ആലോചിച്ചിട്ട് ആ ഒരു തിരിച്ചുപോക്കിലേക്ക് നിങ്ങൾ തന്നെ ആലോചിച്ച് ഒരു തീരുമാനം എടുക്കുക എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. ഇവിടെ നമുക്ക് ഒരു പേഴ്സണൽ റീഡിംഗ് അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുക അല്ലെങ്കിൽ ഈ ഒരു ഡിസിഷനിൽ പോകൂ എന്ന് പറയാനായിട്ട് സാധിക്കില്ല. അപ്പം നിങ്ങൾ പാസ്റ്റ് റിലേഷൻഷിപ്പിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു, ശരിക്കും ഈ റിലേഷൻഷിപ്പ് തീർത്ത് ഉപേക്ഷിക്കാൻ തന്നെയാണ് നിങ്ങളുടെ ഡിസിഷൻ എങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഒരു ഇട്ടിട്ട് പോകുന്ന സ്ഥലത്തേക്ക് തിരിച്ചു ചെല്ലാനുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടോ എന്ന് നിങ്ങൾ ആദ്യം തന്നെ നോക്കിയിട്ട് അതിനുശേഷം മാത്രം ഒരു ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ്. പിന്നെ നമുക്ക് ഇവിടെ ഒരു 50% ആളുകളുടെ കാര്യം ഞാനിവിടെ പറഞ്ഞു. നിങ്ങൾക്കിപ്പം നിങ്ങൾ എന്തിട്ടിട്ട് പോയി മൂവ് ഓൺ ചെയ്തു എന്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ ഇതിനകത്ത് തന്നെ നിൽക്കേണ്ടതായിട്ട് വരും. എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം, കാരണം നമ്മൾ ഇതൊരു ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു മൂന്നാമതൊരാളോട് പറയാന്നല്ല, മൂന്നാമതൊരു ഭാഗത്ത് നിന്ന് നമ്മൾ ചിന്തിക്കുക. ഇപ്പം നിങ്ങൾ തന്നെ ചിന്തിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നും, ഇപ്പം ഞാൻ എന്തിൻ്റെ പ്രശ്നത്തിൻ്റെ പേരിലാണ് ഈ റിലേഷൻഷിപ്പ് വേണ്ടാന്ന് വെക്കുന്നതെന്ന് ചിന്തിക്കുമ്പോൾ പേഴ്സണൽ നോളജ് ഉണ്ട്, നല്ല കാര്യപ്രാപ്തി ഉണ്ട്, കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവുണ്ട്, നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നുണ്ട്, നല്ല രീതിയിൽ നിങ്ങളുടെ അടുത്ത് നിൽക്കുന്നുണ്ട്. പിന്നെ ഈ ചെറിയ ചെറിയ കൊച്ചു കൊച്ചു കാര്യങ്ങൾ, ആ ഒരു കാര്യങ്ങൾക്ക് വേണ്ടിയാണോ ഞാൻ ഈ റിലേഷൻഷിപ്പ് വിട്ടു പോകുന്നതെന്ന് പലപ്പോഴും നിങ്ങളുടെ ഓവർ തിങ്കിങ് വരുന്ന സമയത്ത്, നിങ്ങൾ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ഒരു സൈഡിൽ നിങ്ങളും അങ്ങനെ ചിന്തിക്കുന്നുണ്ടാകും. അപ്പോൾ ചിലർക്ക് പക്ഷേ അവരെ ഒരു റെസ്പെക്ട് ചെയ്യുക, അവരെ ഒന്ന് സ്നേഹിക്കുക, അവരെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് യാതൊരു പൂർണ്ണതയും അനുഭവപ്പെടുത്തില്ല. അപ്പം അവർ എപ്പോഴും തൻ്റെ പാർട്ട്ണറിൽ നിന്ന് ഉള്ള ഒരു റെസ്പോണ്ടിന്റെ പുറത്താണ് അവരുടെ ഒരു സന്തോഷവും അവരുടെ ഒരു സമാധാനവും ഒക്കെ പോകുന്നത്. അപ്പൊ ആ ഒരു ഭാഗം ശൂന്യമായി കിടക്കുമ്പോൾ അവർക്ക് ജീവിതത്തിൽ ഒന്നും ഇല്ല, അല്ലെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ട പോലെ ഒരു നിരാശ അവർക്ക് തോന്നും. അപ്പൊ അത്തരത്തിലുള്ളവർ ഇതിൽ തുടരാതിരിക്കുന്നതാണ് ഇപ്പോഴും നല്ലത്. ഇനിയിപ്പം നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, എനിക്ക് എൻ്റെതായ കാര്യങ്ങളൊക്കെ നോക്കി എൻ്റെ സെൽഫ് കെയർ ഒക്കെ ചെയ്ത് ഞാൻ എൻ്റെതായ ഒരു രീതിയിൽ പോകും, അത് റിലേഷൻഷിപ്പ് എന്ന രീതിയിൽ അതും പോകും, ഈ കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങനെ പോട്ടെ എന്നുള്ള രീതിയിൽ പോകാവുന്നവരാണെങ്കിൽ അങ്ങനെ പോവുക എന്നുള്ളൊരു കാര്യം മാത്രമേ നമുക്കിവിടെ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെ
ബൗണ്ടറീസ് കീപ്പ് ചെയ്യുക. അവർ നല്ല ഹെൽത്തി ആയിട്ടുള്ള ബൗണ്ടറീസ് കീപ്പ് ചെയ്യുന്നുണ്ട്, നിങ്ങളും അതുപോലെയുള്ള ബൗണ്ടറീസ് കീപ്പ് ചെയ്യുക. നിങ്ങളുടേതായ സന്തോഷങ്ങളിലേക്ക് കൊച്ചു കൊച്ചു കാര്യങ്ങളാണെങ്കിലും അതൊക്കെ ചെയ്ത് നല്ല സന്തോഷമായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. ഓവർ തിങ്ക് ചെയ്യുന്ന ഒത്തിരി ആളുകളെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ ആ ഓവർ തിങ്കിങ് ഒക്കെ ഒഴിവാക്കുക. കാരണം ഇതൊന്നും നമ്മുടെ കയ്യിലിരിക്കുന്ന കാര്യങ്ങളല്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഇതൊക്കെ വരാനുള്ളത് വരിക തന്നെ ചെയ്യും, പോകാനുള്ളത് പോവുക തന്നെ ചെയ്യും. അപ്പം നിങ്ങൾ നല്ല സത്യസന്ധരായിരിക്കാനായിട്ട് ശ്രമിക്കുക, നന്മയുടെ വഴിയെ പോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും എല്ലാം കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു റീഡിങ്ങിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. നമുക്ക് കുറച്ച് ക്ലൂസ് എടുത്ത് നോക്കാം. ഈ റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസ് എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്ലൂ കിട്ടുന്നത് ഏപ്രിൽ മന്ത് എന്ന് പറയുന്നൊരു ക്ലൂ ആണ് കിട്ടുന്നത്. മോൾ ഓൺ ലെഫ്റ്റ് ചീക്ക് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. മോൾ ഓൺ റൈറ്റ് ഹാൻഡ്, പാലക്കാട് ജില്ല, 1986, ലെറ്റർ എസ്, 1987, എൻകറേജസ് യു. ഓക്കെ, നിങ്ങളെ എൻകറേജ് ചെയ്യാനായിട്ട് താല്പര്യമുണ്ടായിരിക്കാം ഈ വ്യക്തിക്ക്, അല്ലെങ്കിൽ നിങ്ങളെ ഇവർ എൻകറേജ് ചെയ്തിട്ടുണ്ടാകാം. റിലേഷൻഷിപ്പിൽ ഫസ്റ്റ് ഒക്കെ വന്ന ടൈമിൽ നിങ്ങളെ എൻകറേജ് ചെയ്തിട്ടുണ്ടാവും, ഇപ്പോൾ നിങ്ങളത് പ്രതീക്ഷിക്കുന്നുണ്ടാവാം. ലെറ്റർ എസ്, ലെറ്റർ ഡി, ടുമോറോ, നമ്പർ 35, ഗവൺമെന്റ് സർവീസ്, മെസ്സി ഹെയർ സ്റ്റൈൽ. ഈ ഒരു പേഴ്സൺ മെസ്സി ഹെയർ സ്റ്റൈൽ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടേത് മെസ്സി ഹെയർ സ്റ്റൈൽ ആയിരിക്കാം. സോഷ്യൽ വർക്കർ ആയിരിക്കാം. റോസ് കളർ ആയിരിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൺ ഇഷ്ടമുള്ള കളർ എന്ന് വിചാരിക്കുന്നു. 1991 എന്ന് പറയുന്ന ഒരു വർഷം കിട്ടുന്നുണ്ട്. കൈൻഡ്നെസ്, വളരെ ദയുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം നിങ്ങൾ. ഈഗോ, കുറച്ച് ഈഗോ ഒക്കെ ഉള്ള ഒരു പേഴ്സൺ ആയിരിക്കാം നിങ്ങളുടെ പേഴ്സൺ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈഗോ ഉണ്ടെന്ന് വിചാരിക്കുന്നു. റൈഡർ ആയിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. മ്യൂസിക്, ഈ റിലേഷൻഷിപ്പിനും മ്യൂസിക്കിനും എന്തോ ബന്ധമുണ്ട് എന്ന് കരുതുന്നു. നമ്പർ 22 നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. മെഡിക്കൽ ഫീൽഡിൽ നിന്നുള്ള ആളുകളാകാനുള്ള ചാൻസ് ഉണ്ട്. വീഡിയോ ഗെയിം ഇഷ്ടമുള്ള ആളുകളായിരിക്കാം, അല്ലെങ്കിൽ കളിക്കുന്നവരായിരിക്കാം. ലെറ്റർ യു നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 3 കിട്ടുന്നുണ്ട്. ഒക്ടോബർ മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ക്രേസി, നിങ്ങളുടെ പേഴ്സണോ അല്ലെങ്കിൽ നിങ്ങളോ വളരെ ക്രേസി ആയിട്ടുള്ള ഒരു വ്യക്തിയാകാനുള്ള ചാൻസ് ഉണ്ട്. കെയറിങ് ആയിരിക്കാം, നിങ്ങൾ ഒത്തിരി കെയറിങ് ചെയ്യുന്ന ഒരു വ്യക്തിയാകാനുള്ള ചാൻസ് ഉണ്ട്. ലെറ്റർ എച്ച്. ഓക്കെ, അപ്പോൾ ഇത്തരം ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ നമ്മൾ ക്രിസ്റ്റൽസിൻ്റെ ഒരു പിക്ചർ ഈ ഒരു റീഡിങ്ങിൻ്റെ ലാസ്റ്റിലായിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ക്രിസ്റ്റൽസിനും അത് എന്തിനെയാണ് റെപ്രസെൻറ്റേറ്റീവ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യവും നമ്മൾ അതിൽ വെക്കുന്നുണ്ട്. അപ്പോൾ അത് വായിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ക്രിസ്റ്റൽസുകൾ നിങ്ങൾക്ക് ടാഗ് പ്രൊഡക്റ്റ് ചെയ്യുന്നുണ്ട്, ടാഗ് പ്രൊഡക്റ്റിൽ നിന്ന് വാങ്ങാവുന്നതാണ്. ഇനി ക്രിസ്റ്റൽസിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയാനായിട്ട് ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അത് കമൻറ്റ് വഴി അറിയിക്കുകയാണെങ്കിൽ അതനുസരിച്ചുള്ള വീഡിയോ പുറകെ വരുന്നതായിരിക്കും. ഓക്കെ.